എന്നിട്ട് ഈ യഹോവയുടെ പുത്രനാണ് യേശു എന്ന് പറഞ്ഞ് ഈശോയെ അവരെടുത്ത് പോയി പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ അവർക്ക് പഠിപ്പിച്ചു. അവർ ത്രിത്വൈക ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്കറിയാവുന്ന ഏക ഭാഷയിൽ ദൈവത്തിന്റെ പേര് ലൂസിഫറാന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ജനത്തിന്റെ ഇടയിൽ ഇന്ന് മാരിയോ പോയി പെട്ടാൽ ഇൻഷാ ലൂസിഫർ പറയും, സഹോദര പറയും. ക്രൈസ്തവ ദൈവശാസ്ത്ര പ്രകാരം ഈ പറഞ്ഞത് കടുത്ത ദൈവദൂഷണമാണ്. അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് സുലൈമാൻ തുർക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഇടവക പള്ളിയിലെ പുരോഹിതനോ അയാൾക്ക് മുകളിലുള്ളവർക്കോ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് സുലൈമാൻ തുർക്കി പരസ്യമായി ഈ ദൈവദൂഷണം പറയാൻ ധൈര്യപ്പെടുന്നത്. ദൈവത്തിന്റെ ഗുണങ്ങൾ മാത്രമാണോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? ദൈവത്തിന്റെ പ്രവൃത്തികൾക്കും അതേ പ്രാധാന്യം ബൈബിൾ നൽകുന്നില്ലേ? ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് മാത്രം പറയുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്ന പൈശാചിക തന്ത്രമാണ് ഈ ഉദാഹരണത്തിൽ പോലും സുലൈമാൻ തുർക്കി എടുത്തിരിക്കുന്നത്.